സങ്കീർത്തനങ്ങൾ 99 1 മുതലുള്ള തിരുവചനങ്ങൾ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവ് പരിശുദ്ധനാണ്. കർത്താവ് വാഴുന്നു. ജനതകൾ വിറകൊള്ളട്ടെ. അവിടുന്ന് കെരൂബുകളുടെ മേൽ സിംഹാസനസ്ഥനായിരിക്കുന്നു. ഭൂമി കുലുങ്ങട്ടെ. കർത്താവ് സിയോനിൽ വലിയവനാണ്. മഹത്വം. യേശുവേ ഹല്ലേലൂയ. അവിടുന്ന് സകല ജനതകളുടെയും മേൽ ഉന്നതനാണ്. ഹല്ലേലൂയ. സ്തുതികൾ സ്തുതിച്ചു പാടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. അവിടുത്തെ മഹത്വവും ഭീതിജനകവുമായ നാമത്തെ അവർ സ്തുതിക്കട്ടെ. അവിടുന്ന് പരിശുദ്ധനാണ്. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഈശോയുടെ തിരുരക്തം. ശക്തനായ രാജാവേ, നീതിയെ സ്നേഹിക്കുന്നവനെ, അവിടുന്ന് ന്യായത്തെ സുസ്ഥാപിതമായിരിക്കുന്നു. അവിടുന്ന് യാക്കോബിൽ നീതിയും ന്യായവും നടത്തി. നമ്മുടെ ദൈവമായ കർത്താവിനെ പുകഴ്ത്തുവൻ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. നമ്മുടെ ദൈവമായ കർത്താവിനെ പുകഴ്ത്തുവൻ. അവിടുത്തെ പാദപീഠത്തിങ്കൽ പ്രണമിക്കുവിൻ. മോശയും അഹറോനും അവിടുത്തെ പുരോഹിതന്മാരിൽപ്പെട്ടവനാണ്. കർത്താവേ, നീ മോശയുടെ കൂടെ നിന്നതുപോലെ ഞങ്ങളുടെ കൂടെയും നിൽക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണമേ. അവിടുത്തെ ഹൃദയ കവാടം ഞങ്ങൾക്ക് മുന്നിൽ തുറന്നു തരണമേ. കർത്താവേ, ഇന്ന് എൻ്റെ നിലവിളി നീ കേൾക്കുന്നില്ലയോ? എൻ്റെ മനസ്സ് നീ പരിശോധിച്ച് അതിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളറകൾ നീ തൊട്ടറിഞ്ഞ് ഒന്ന് പരിശോധിച്ച് അതിൽ 1% ആത്മാർത്ഥതയോ സ്നേഹമോ അങ്ങയോടുണ്ടെന്ന് അങ്ങേക്ക് തോന്നുന്നെങ്കിൽ, അതിൽ പരിശുദ്ധി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൽ വരേണമേ. കർത്താവേ, നിൻ്റെ പറുദീസ് നീ മറ്റൊരുവൾക്ക് ഒരുക്കി കൊടുക്കുന്നുവല്ലോ. കർത്താവേ, ഞങ്ങളുടെ വിരുന്നിന് നീ സന്നിഹിതരായി ഞങ്ങളുടെ ഭവനത്തിലേക്ക് എഴുന്നള്ളി വരേണമേ. കർത്താവേ, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരേണമേ. കർത്താവേ, സ്നേഹിക്കപ്പെടുന്ന കർത്താവേ, സ്നേഹിക്കാൻ എല്ലാവരെയും ഉപദേശിച്ച് പഠിപ്പിച്ച കർത്താവേ, അവിടുത്തെ ജീവിതം തന്നെ സഹനപ്പെടുത്തി ഈ ഭൂമിയിലെങ്ങും എല്ലാ ആവശ്യതകളും നിറവേറ്റി അവിടുത്തെ ജീവിതവും ആത്മാവും ജീവനും പരമാത്മാവിൽ സമർപ്പിച്ച് മടങ്ങിയ കർത്താവെ, പുനരുദ്ധരിച്ച കർത്താവെ, അവിടേക്ക് സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് ഞാനിതാ അങ്ങേ തിരുസന്നിധിയിൽ മുട്ടുകുത്തി നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുള്ള ആത്മാർത്ഥ സ്നേഹം അങ്ങ് എന്തെന്ന് മനസ്സിലാക്കുകയും പരിശോധിക്കുകയും ചെയ്യണമേ. കർത്താവേ, അവിടേക്ക് എന്നും സ്തുതിഗീതങ്ങൾ അർപ്പിക്കുവാനും കൃതജ്ഞതാ സ്തോത്രങ്ങൾ അർപ്പിച്ച് പ്രാർത്ഥനാപൂർവം അങ്ങേ തിരുസന്നിധിയിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുവാനും ഞാൻ അങ്ങേ മഹത്വപ്പെടുത്തുവാനും വാഴ്ത്തപ്പെടുത്തുവാനും ഈ ലോകത്തിൽ ഉടനീളം ഏകദൈവ സത്യ യേശുവായ ത്രിയേക സത്യദൈവമായ യേശുവിനെ, ക്രിസ്തുരാജനെ പുകഴ്ത്തിപ്പെടുത്തുവാനായി ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പവും എന്നാൽ കഴിയുന്ന വിധം ഞാൻ എല്ലാവരിലും അങ്ങേ മഹത്വം അയച്ച് മഹത്വം പരിചയപ്പെടുത്തി അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങേ മഹത്വപ്പെടുത്തി സകല സ്ഥലങ്ങളിലും അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിന്നിതാ പ്രാർത്ഥിക്കുന്ന കർത്താവെ, അതിൻ്റെ ഭാഗമായുള്ള എൻ്റെ ശുശ്രൂഷയായി ഞാൻ ഇന്ന് ഏറ്റെടുത്ത് ഒരു ചെറിയ ഇടവേളയിൽ പ്രാർത്ഥനാപൂർവം അങ്ങ് എനിക്ക് സമർപ്പിച്ച ഈ നല്ല നിയോഗത്തെ, ഈ നല്ല കഷ്ടകാലം നിറഞ്ഞ സമയമെന്ന് നമ്മൾ പറയപ്പെടുന്നുവെങ്കിലും ആ സമയം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടൊരു സമയമായി എൻ്റെ കർത്താവിനെ സ്തുതികൾ പാടി പുകഴ്ത്തുവാനും ഞങ്ങൾ തമ്മിൽ മനസ്സ് തുറന്ന് സംസാരിക്കുവാനും ഞങ്ങൾക്കതിനുള്ള അവസരങ്ങൾ ഒരുക്കി തന്ന അങ്ങേ കൂടുതൽ അറിയുവാൻ അവസരങ്ങൾ തന്ന കർത്താവിൻ്റെ മുന്നിൽ സാഷ്ടാംഗം വീണ് അവിടുത്തെ പാദങ്ങളിൽ ചുംബിച്ചുകൊണ്ട് അവിടുത്തെ തിരുമുറിവിൽ എൻ്റെ കണ്ണുനീർ പൂക്കൾ അർപ്പിച്ചുകൊണ്ട് ഉപ്പിട്ട കണ്ണുനീര് അങ്ങയുടെ തിരുമുറിവിനെ ഉണക്കുവാൻ എൻ്റെ കണ്ണുനീരിനെ നീ യോഗ്യയാക്കി എടുക്കണമെന്ന് പ്രാർത്ഥനയാപൂർവം ഞാൻ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിലുള്ള എല്ലാ 1% അങ്ങയോടുള്ള സ്നേഹമുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഏത് വഴിയാലും, എൻ്റെ ചാനൽ വഴിയായാലും എൻ്റെ നാവ് വഴിയായാലും എങ്ങനെയായാലും ഒരു മൈക്ക് കെട്ടി വിളിച്ചു പറയുവാനാണെങ്കിലും അതിലൊരാളെങ്കിലും ശ്രദ്ധിച്ചാൽ പോലും അതങ്ങേ മഹത്വപ്പെടുത്തുവാനുള്ള നിയോഗമായി ഞാൻ ഇത് അങ്ങേ പാദത്തിങ്കൽ സമർപ്പിക്കുന്ന കർത്താവേ, സ്വർഗത്തിൽ നിന്നും അങ്ങെന്നെ ഒരു നോക്ക് കാണണമേ. കർത്താവേ, സ്വർഗത്തിൽ നിന്നും അങ്ങെന്നെ ഉള്ളം കയ്യാൽ എന്ന പോലെ സുരക്ഷിതമായി ഇന്നും കാത്തു സൂക്ഷിക്കുന്ന എൻ്റെ നല്ലവനായ എൻ്റെ ഈശോ തമ്പുരാന്, എൻ്റെ സുഹൃത്തിന്, എൻ്റെ വഴികാട്ടിക്ക്, എൻ്റെ നല്ല ഇടയന്, എൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രിയപുത്രന് എല്ലാത്തിലും അങ്ങേക്ക് സ്തുതിഗീതങ്ങൾ അർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് പ്രാർത്ഥനകൾ അറിയില്ല കർത്താവേ, എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. നീ അത് സ്വീകരിച്ച് കനിവ് തോന്നണമേ.
ദാവീദിൻ്റെ പുത്ര, ഞങ്ങളോട് കരുണ കാണിക്കണമേ. പാപികളായ ഞങ്ങളോട് നീ ക്ഷമിച്ചറിയണമേ കർത്താവേ. നേർവഴിയിലൂടെ ഞങ്ങളെ നീ നയിക്കണമേ. സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ അവർ കർത്താവിനെ അഹറോനും മോശയും വിളിച്ചപേക്ഷിച്ച പോലെ ഞാൻ ഇതാ വിളിച്ചപേക്ഷിക്കുന്നു. അവിടുന്ന് അവർക്ക് ഉത്തരമരുളി. കർത്താവേ, മേഘസ്തംഭത്തിൽ നിന്ന് അവിടുന്ന് അവരോട് സംസാരിച്ചതുപോലെ നീ എന്നോടും കൂടി സംസാരിക്കണമേ. ഈ ലോകത്തോട് പാപികളായ ഞങ്ങളോട് അനുദപിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളോട് നീ സംസാരിക്കണമേ കർത്താവേ. അവർ അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ചതുപോലെ ഞങ്ങളും അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ച് ജീവിക്കുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങ് അവർക്ക് ഉത്തരമരുളിയതുപോലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ക്ഷമയും ഞങ്ങളുടെ സഹനങ്ങളും മനസ്സിലാക്കി നീ ഞങ്ങളുടെ ഭക്തിയും മനസ്സിലാക്കി ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കും ഉത്തരമരുളണമേ. ഈ ലോകത്തിൻ്റെ കുഞ്ഞാടേ, പാപങ്ങൾ നീക്കുന്ന കുഞ്ഞാടേ, സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രനെ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. അങ്ങ് അവർ ക്ഷമിക്കുന്ന ദൈവമായിരുന്നു കർത്താവേ. തെറ്റുകൾക്ക് ശിക്ഷ നൽകുന്നവനും ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തുവനെന്ന് പറയുന്നത് പോലെ ഞാൻ ഇന്ന് എൻ്റെ ക്രിസ്തുവിനെ, ഞാൻ അറിയുന്ന ദൈവത്തെ, ജീവനുള്ള ദൈവത്തെ, ഭൂമിയിൽ ജീവിച്ച് മനുഷ്യൻ്റെ കഷ്ടതകളും സഹനങ്ങളും എല്ലാം നിനക്ക് എല്ലാ ഭൗതികമായ ആത്മീയമായ ആവശ്യങ്ങളും ഈ ഭൂമിയിൽ ജീവിച്ച് അതറിഞ്ഞ് അത് സഹനപ്പെടുത്തി എല്ലാം മോചിതപ്പെട്ട അവസാനം ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ജീവനുള്ള കർത്താവിനറിയാമല്ലോ മനുഷ്യൻ്റെ ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി ആ കർത്താവിൻ്റെ മുന്നിൽ ഒന്നും പറഞ്ഞു വെളിപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. മനുഷ്യനാവശ്യമായ ഭൗതികമായ രോഗപീഠകളാലും വസ്ത്രമായി, പാർപ്പിടമായി, ആഹാരമായി, ജലമായി എല്ലാം വേണമെന്ന് ആഗ്രഹിച്ച് നിനക്കിതെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണല്ലോ കർത്താവേ. ഇതിനെ ചൊല്ലി വേദനിക്കുന്ന പാപികളായ ജനങ്ങളെ നീ മോചിപ്പിച്ച് അവർക്ക് രക്ഷയായി, തുണയായി, താങ്ങായും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന കർത്താവേ. ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. ഈ ലോകത്തിന് മുൻപിൽ വിളിച്ചു പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തുവാൻ ഞാൻ നിന്നിതാ എൻ്റെ ഹൃദയപൂർവ്വം ഞാൻ ആഗ്രഹിച്ച് എൻ്റെ കുടുംബത്തോടൊപ്പം പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിന് മുന്നിൽ സകല ത്രിയേക സത്യദൈവമായ കർത്താവിന് മുന്നിൽ സാഷ്ടാംഗം വീണുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയും എനിക്ക് വേണ്ടിയും ഒക്കെയും പ്രാർത്ഥനകൾ അർപ്പിക്കുന്ന ഞാൻ ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തി അവിടുത്തെ വിശുദ്ധ പർവ്വതത്തിൽ ആരാധന അർപ്പിക്കുവിൻ. നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ്. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. പിതാവേ, അവിടുത്തെ പാനപാത്രം എന്നിൽ നിന്നും അകറ്റിത്തരണമേ എന്ന് കർത്താവേ, നീ അവസാന നിമിഷം കുരിശിൻ്റെ പാതയിൽ നീ പോയപ്പോഴും നിൻ്റെ സഹനങ്ങൾ സഹിച്ചപ്പോഴും എല്ലാ വേദനയിലും നീ പറഞ്ഞുവല്ലോ കർത്താവേ. അപ്പോഴും നീ പറഞ്ഞത് എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതമെന്ന് നിൻ്റെ പിതാവിനോട് നീ പറഞ്ഞുവല്ലോ. അതുപോലെ ഞാനും ഇന്ന് എൻ്റെ കുടുംബത്തിനും എൻ്റെ നിയോഗങ്ങളും എൻ്റെ പ്രാർത്ഥനകളും എൻ്റെ കഷ്ടതകളും സഹനങ്ങളും എല്ലാം അങ്ങേ കുരിശോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നു. പിതാവേ, എൻ്റെ പാനപാത്രം കഴിയുമെങ്കിൽ അങ്ങ് എടുത്തു മാറ്റി അങ്ങ് ഞങ്ങളെ മോചിപ്പിച്ച് പാപങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് അങ്ങയുടെ ഹിതം നിറവേറ്റി തരണമേ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി കണ്ണുനീർപ്പൂക്കൾ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇതിലേറ്റവും മഹത്വപ്പെടുത്തുവാനാണ് ആഗ്രഹിക്കുന്നത് കർത്താവേ. എല്ലാം അങ്ങയുടെ ഹിതം തന്നെ നിറവേറട്ടെ കർത്താവേ. അങ്ങേ തിരുസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു കർത്താവേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള എല്ലാവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ പിതാവേ, പിതാവിൻ്റെ പുത്രനെ, സ്വർഗത്തിൻ്റെ സിംഹാസനത്തിലിരിക്കുന്നവനെ, പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നവനെ, ഞങ്ങൾക്ക് വേണ്ടി നീ അപേക്ഷിക്കണമേ. നിൻ്റെ പ്രിയ പിതാവിനോട് ഞങ്ങളെ കരുണ കാണിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങളുടെ വാസസ്ഥലത്ത് നീ വാസമുറപ്പിക്കണമേ കർത്താവേ. നിങ്ങൾ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ, ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെയുള്ള നിൻ്റെ സ്വർഗസ്ഥനായ പിതാവാണെന്ന് ഞാൻ മനസ്സിലാക്കി. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമായിരിക്കണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം തന്നിരളുന്ന കർത്താവ് ഈശോ മിശിഹായിക്ക് സ്തുതിഗീതങ്ങൾ അർപ്പിക്കുന്നു, മഹത്വം അർപ്പിക്കുന്നു. നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. പരിശുദ്ധമായ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധാത്മാവിൻ്റെ പ്രിയ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിലങ്ങ് വെള്ളം വീഞ്ഞാക്കുവാനായി മാധ്യസ്ഥം വഹിച്ചതുപോലെ ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഞങ്ങളെ ഉയർത്തുവാൻ
ഞങ്ങളെ തക്ക സമയത്ത് കർത്താവ് തമ്പുരാൻ ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ അമ്മയുടെ മാധ്യസ്ഥവും വിശുദ്ധന്മാരുടെയും സ്ലീഹന്മാരുടെയും മാലാഖമാരുടെയും യൂദാസ്ലീഹായുടെയും ഒക്കെ മാധ്യസ്ഥം അപേക്ഷിക്കുന്നു ഞങ്ങൾ. അത് ഞങ്ങൾ ജപമാല അർപ്പിച്ച് ജപമാലയോട് ചേർത്ത് ഞങ്ങളുടെ മാധ്യസ്ഥവും സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് എൻ്റെ തമ്പുരാൻ്റെ തൃപ്പാദത്തിങ്കൽ സാഷ്ടാംഗം വീണ് പ്രാർത്ഥിക്കുന്നു, മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി. കൃപാസനം പ്രത്യക്ഷീകരണ പ്രാർത്ഥന. അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്രവിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗം എല്ലാവരുടെയും നിയോഗങ്ങൾ സമർപ്പിക്കണം. പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ അമ്മയുടെ ദ്വാദശക വേളകളിൽ ഞങ്ങൾക്ക് സാധ്യമാക്കി തരുവാൻ കനിയണമേ. ആമീൻ. വിശ്വാസപ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ. വിശ്വാസപ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. സകല നിയോഗങ്ങളും അമ്മയെ തൃപ്പാദത്തിങ്കൽ അർപ്പിച്ച് അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് ഇന്നിതാ ഞങ്ങൾ അമ്മയെ സന്നിധിയിൽ നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്നു.